ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ക്രൈം മിസ്റ്ററി ത്രില്ലർ നോവൽസ് ഒക്കെ എഴുതുന്ന അഗത ക്രിസ്റ്റിയുടെ വളരെ ഫേമസ് ആയിട്ടുള്ള ബുക്ക് ദ മർഡർ ഓഫ് റോജർ അക്രോയ്ഡ് എന്ന് പറയുന്ന ഈ ബുക്കിന്റെ റിവ്യൂ ആണ് കേട്ടോ. മാക്സിമം സ്പോയിലർ ഫ്രീ റിവ്യൂ തരാനായിട്ട് ഞാൻ ട്രൈ ചെയ്യാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ കണ്ടു നോക്കി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലോട്ട് പോകാം. അഗത ക്രിസ്റ്റിയുടെ ഒട്ടുമിക്ക ബുക്സും ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ബുക്സ് ആണ്. അപ്പം ഞാൻ ആദ്യമായിട്ട് വായിക്കുന്ന ബുക്ക് എനിക്ക് തോന്നുന്നു ദി അൺഎക്സ്പെക്റ്റഡ് ഗസ്റ്റ് അതാണെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ അഗത ക്രിസ്റ്റിയുടെ വേറൊരു ബുക്ക് വായിച്ചിട്ടുള്ളത് ദ മർഡർ ഓൺ ഓറിയന്റ് എക്സ്പ്രസ്. അപ്പോൾ ദി മർഡർ ഓൺ ഓറിയന്റ് എക്സ്പ്രസ് ആ ബുക്കിൽ എന്താണ് ക്ലൈമാക്സ് അല്ലെങ്കിൽ എൻഡിങ് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നതല്ലായിരുന്നു. പക്ഷേ ഇതിൽ മർഡറിനെ അറിയുമ്പോൾ എനിക്ക് അത്ര സർപ്രൈസിങ് ആയിട്ടൊന്നും തോന്നിയില്ല. കാര്യം ഞാനൊരു 2-3 പേരെ ഇതിൽ എക്സ്പെക്ട് ചെയ്തിരുന്നതിൽ ഒരാൾ തന്നെയായിരുന്നു ഇതിലെ മർഡർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ സ്റ്റോറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കിങ്സ് അബോട്ട് എന്ന് പറയുന്ന ഒരു വില്ലേജിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പം നമ്മുടെ സ്റ്റോറി, നമ്മുടെ നറേറ്ററിന്റെ പേര് ഡോക്ടർ ഷെപ്പേർഡ് എന്നാണ്. അദ്ദേഹവും ഇതിലൊരു മെയിൻ ക്യാരക്ടർ തന്നെയാണ്. ഈ ക്യാരക്ടറിന്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് ഈ സ്റ്റോറി മൊത്തം പറയുന്നത്. അതായത് അദ്ദേഹമാണ് ഇതിലെ നറേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ നെയ്ബർ ആയിട്ട് ആര് വരികയാണ്, നമ്മുടെ അഗത ക്രിസ്റ്റിയുടെ എല്ലാ നോവൽസിലെയും ഏറ്റവും മെയിൻ ക്യാരക്ടറായ ഹെർക്യൂൽ പോയറോട്ട് ഡിറ്റക്റ്റീവ്. അപ്പോൾ അദ്ദേഹം ഈ ഡോക്ടർ ഷെപ്പേർഡിന്റെ നെയ്ബർ ആയിട്ട് വരുവാണ്. അപ്പോൾ ഈ കിങ്സ് അബോട്ട് എന്ന് പറയുന്ന ഈ വില്ലേജിൽ ഒരു മർഡർ നടക്കുകയാണ്. അതായത് ആ വില്ലേജിലെ ഏറ്റവും റിച്ചസ്റ്റ് മാനായ റോജർ അക്രോയ്ഡ് അദ്ദേഹത്തിന്റെ മരണം നടക്കുകയാണ്. അപ്പോൾ ഈ മർഡർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലോറ അക്രോയ്ഡ് എന്ന് പറഞ്ഞതിൽ വേറൊരു ക്യാരക്ടർ ഉണ്ട്. അവര് ക്ഷണിക്കുന്നതാണ് പോയററ്റിനെ. മെയിൻലി അഗത ക്രിസ്റ്റി ബുക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും. അതുപോലെ ഇതിലും ഉണ്ട് 9-10 ക്യാരക്ടേഴ്സ് അടുപ്പിച്ചുണ്ട്. ഇവർ ഓരോരുത്തർക്കും എന്തൊക്കെയോ ഹൈഡ് ചെയ്യാനായിട്ടും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബുക്കിന്റെ ഒരു 3/4% ഇതില് നമുക്ക് എന്താണ് ഒരു ഫൈനൽ കൺക്ലൂഷനിലോട്ട് എത്താൻ പറ്റത്തില്ല ആരായിരിക്കും മർഡർ എന്ന്. ഒരു 3/4 പാർട്ടൊക്കെ കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഒരു സസ്പെക്റ്റിലെങ്കിലും നമുക്ക് എത്താൻ കഴിയത്തുള്ളൂ. അപ്പൊ അതെനിക്ക് തോന്നുന്നു അഗത ക്രിസ്റ്റി ബുക്സിന്റെ ഒരു പ്രത്യേകതയാണ്. കാര്യം മിക്കതിലും ഒരുപാട് ക്യാരക്ടേഴ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആദ്യമേ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല ആരായിരിക്കും മർഡർ എന്ന്. അപ്പൊ ഈ ക്രൈം സീൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുമ്പോൾ അവിടെ കിട്ടുന്ന ഒരുപാട് എന്താണ് പറയുന്നത് എവിഡൻസസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നുണ്ട്. ലാസ്റ്റ് വരെ ഒരുപാട് ചെറിയ ചെറിയ ഡീറ്റെയിൽസും ഉണ്ട്. അതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. ആദ്യമേ പറയുന്നുണ്ട്, പക്ഷെ അതൊരു ഒരു ക്ലാരിറ്റി കാണത്തില്ല നമുക്ക്. പിന്നെ എന്താ പറയാ, ഇത് അഗത ക്രിസ്റ്റിയുടെ ബുക്സിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫ്രീഡ മാക്ഫേർഡൻ ബുക്സ് പോലെ തന്നെ വളരെ ഈസി ടു റീഡ് ആണ്, ബിഗിനർ ഫ്രണ്ട്ലി ആണ്. അതായത് ആർക്ക് വേണമെങ്കിലും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്, വായിക്കാവുന്നതാണ്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അഗത ക്രിസ്റ്റി അഥവാ ഈ ക്രൈം മിസ്റ്ററി ത്രില്ലർ ബുക്സ് വായിക്കാൻ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളവർക്ക് അഗത ക്രിസ്റ്റി ബുക്സ് എന്ന് പറയുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി ബുക്ക് തന്നെയാണ്. അതുപോലെ ഫ്രീഡ മാക്ഫേർഡന്റെയും ബുക്സ് അതുപോലെ തന്നെയാണ്. അപ്പോൾ സ്റ്റോറിയുടെ ഒരു ഔട്ട്ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ റോജർ അക്രോയ്ഡ് മരണപ്പെടുന്നതിന് മുന്നേ ആയിട്ട് റോജർ അക്രോയ്ഡിന് ഇഷ്ടമുള്ളൊരു സ്ത്രീ അവിടെ ഉണ്ടായിരുന്നു, ആ വില്ലേജിൽ ഉണ്ടായിരുന്നു. ഈ വുമൺ അവരുടെ ഹസ്ബൻഡിനെ പോയ്സൺ ചെയ്ത് കൊലപ്പെടുത്തുവാണ്. എന്നിട്ട് കുറച്ചു നാൾക്ക് ശേഷം അവർ സ്വയം സൂയിസൈഡ് എന്തോ ചെയ്യാണ്. അപ്പൊ റോജർ അക്രോയ്ഡ് ഇത് കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുകയാണ്, എന്തുകൊണ്ടാണ് അവർ സൂയിസൈഡിന് ട്രൈ ചെയ്തത് എന്നുള്ളത്. എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾ അറിയുന്നുണ്ട്. അത് മറ്റുള്ളവരുടെ അടുത്ത് പറയാൻ ശ്രമിക്കുന്നതിന് മുന്നേ ആയിട്ടാണ് അയാൾ മരണപ്പെടുന്നത്. പിന്നെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് സസ്പെൻസ് ആണ്. പിന്നെ ഈ ക്രൈമുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഈ ക്രൈമിൽ ആർക്കൊക്കെ ബന്ധമുണ്ട്, ഈ ഓരോ സസ്പെക്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഓരോരോ എവിഡൻസസും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുകയാണ്. ഈ ക്രൈമുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ട്, അല്ലാത്ത കാര്യങ്ങളും ഉണ്ട്. പക്ഷെ നമ്മളിത് വായിക്കുമ്പോൾ നമ്മളൊരു റീഡർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തരെയും സസ്പെക്ട് ചെയ്യേണ്ട ഒരു റീസൺ ആയിട്ട് വരികയാണ്. അത് റൈറ്റിംഗ് ബ്രില്യൻസ് തന്നെയാണ്, അത് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഇതിൽ ഒരു സർപ്രൈസിങ് എൻഡിങ് എന്ന് പറയത്തക്ക ഒരു ഫാക്ടർ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ മർഡർ മിസ്റ്ററി ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ബുക്സ് ഒക്കെ വായിക്കാൻ താല്പര്യമുള്ളവർക്ക്, ബിഗിനേഴ്സ് ആണെങ്കിലും അവർക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നല്ലൊരു ബുക്കാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.